കേട്ടുകൊണ്ട് പഠിക്കൂ. PSC പരീക്ഷ തയ്യാറെടുപ്പ് ഇനി മനോരമ ഹൊറൈസണൊപ്പം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകളിൽ മലയാള സാഹിത്യത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം: പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം: വള്ളത്തോൾ. ചോദ്യം: രവി, അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ്? ഉത്തരം: ഖസാക്കിൻ്റെ ഇതിഹാസം. ചോദ്യം: നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: പി കുഞ്ഞിരാമൻ നായർ. ചോദ്യം: സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഉജ്ജീവനം എന്ന മാസിക നടത്തിയിരുന്ന മലയാള സാഹിത്യകാരൻ? ഉത്തരം: വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം: ചന്തുമേനോൻ്റെ പൂർത്തിയാവാത്ത കൃതി? ഉത്തരം: ശാരദ. ചോദ്യം: കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എവിടെയാണ്? ഉത്തരം: അമ്പലപ്പുഴ. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലും കുഞ്ചൻ നമ്പ്യാർ സ്മാരകമുണ്ട്. ചോദ്യം: ജ്ഞാനപീഠ പുരസ്കാര സ്ഥാപകനായ ശാന്തിപ്രസാദ് ജെയിനിൻ്റെ അമ്മയുടെ പേരിൽ 1983 ഏർപ്പെടുത്തിയ പുരസ്കാരമേത്? ഉത്തരം: മൂർത്തിദേവി പുരസ്കാരം. ചോദ്യം: ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ച ഏത് സാഹിത്യകാരൻ്റെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ? ഉത്തരം: വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ചോദ്യം: മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം: കടമ്മനിട്ട. ചോദ്യം: കുമാരനാശാൻ ബോട്ടപകടത്തിൽ കൊല്ലപ്പെട്ട വർഷം? ഉത്തരം: 1924. ചോദ്യം: നളചരിതം ആട്ടക്കഥ രചിച്ചത്? ഉത്തരം: ഉണ്ണായി വാര്യർ. ചോദ്യം: മാൽഗുഡി എന്ന സാങ്കല്പിക ഗ്രാമത്തെ സൃഷ്ടിച്ച എഴുത്തുകാരൻ? ഉത്തരം: RK നാരായൺ. ചോദ്യം: മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത്? ഉത്തരം: ബാലാമണിയമ്മ. ചോദ്യം: ആശാന്റെ സീതാകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം: സുകുമാർ അഴീക്കോട്. ചോദ്യം: മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവി? ഉത്തരം: ചെറുശ്ശേരി. ചോദ്യം: എൻ്റെ വക്കീൽ ജീവിതം എന്നത് ആരുടെ ആത്മകഥാപരമായ രചനയാണ്? ഉത്തരം: തകഴി. ചോദ്യം: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വരികൾ? ഉത്തരം: വള്ളത്തോൾ. ചോദ്യം: കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത്? ഉത്തരം: രാമപുരത്ത് വാര്യർ. ചോദ്യം: ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ നേതാവ്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ചോദ്യം: മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? ഉത്തരം: അവകാശികൾ. ചോദ്യം: ആയിഷ, എനിക്ക് മരണമില്ല, കൊന്തയും പൂണൂലും എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം: വയലാർ രാമവർമ്മ. ചോദ്യം: ബാലമുരളി
എന്ന തൂലികാ നാമത്തിൽ കവിതകൾ എഴുതിയിരുന്നത് ആര്? ഉത്തരം ONV. ചോദ്യം: പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന ചെറുകഥ എഴുതിയത്? ഉത്തരം T. പത്മനാഭൻ. ചോദ്യം: MN പാലൂർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം മാധവൻ നമ്പൂതിരി. ചോദ്യം: സൂര്യ നമ്പൂതിരിപ്പാട്, പഞ്ചുമേനോൻ എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ്? ഉത്തരം ഇന്ദുലേഖ. ചോദ്യം: പ്രഥമ വയലാർ പുരസ്കാര ജേതാവ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ചോദ്യം: കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ഉത്തരം AR രാജരാജവർമ്മ. ചോദ്യം: ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം ചെറുശ്ശേരി. ചോദ്യം: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ? ഉത്തരം ചെമ്മീൻ. ചോദ്യം: കേരള സഞ്ചാരി, വജ്രസൂചി, വജ്രബാഹു, ഒരു മലയാളി തുടങ്ങിയ പേരുകളിൽ സാഹിത്യരചനകൾ നടത്തിയിരുന്ന വ്യക്തി? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ചോദ്യം: ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന കൃതി എഴുതിയതാരാണ്? ഉത്തരം P. കേശവദേവ്. ചോദ്യം: കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ചോദ്യം: മജീദ്, സുഹറ എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ്? ഉത്തരം ബാല്യകാലസഖി. ചോദ്യം: പെരുമ്പടം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ്? ഉത്തരം ദസ്തയേവ്സ്കി. ചോദ്യം: കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാളം നോവൽ? ഉത്തരം മരണ സർട്ടിഫിക്കറ്റ്. ചോദ്യം: മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ? ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും. ചോദ്യം: മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്നത്? ഉത്തരം മോയിൻകുട്ടി വൈദ്യർ. ചോദ്യം: കാലമിനിയും ഉരുളും, വിഷുവരും വർഷം വരും തിരുവോണം വരും എന്ന വരികൾ ആരുടേതാണ്? ഉത്തരം NN കക്കാട്. ചോദ്യം: സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം MR നായർ. ചോദ്യം: KL മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്ന് എഴുതിയ നോവൽ? ഉത്തരം അമാവാസി. ചോദ്യം: സ്മരണമാധുരി എന്ന രചന ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ S. പരമേശ്വരയ്യർ. ചോദ്യം: ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം NS മാധവൻ. ചോദ്യം: മലയാളം സർവകലാശാലയുടെ മുഖപത്രം? ഉത്തരം എഴുത്തോല. ചോദ്യം: 18 കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടിരുന്നത്? ഉത്തരം പൂനം നമ്പൂതിരി. ചോദ്യം: വീരവിരാട കുമാരവിഭോ
എന്ന് തുടങ്ങുന്ന വരികളുടെ രചയിതാവ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ചിന്താവിഷ്ടയായ സീത. ചോദ്യം: ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ എഴുത്തുകാരി? ഉത്തരം ആശാപൂർണദേവി. ചോദ്യം: കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ഇടശ്ശേരി. ചോദ്യം: കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം എം.ടി. വാസുദേവൻ നായർ. ചോദ്യം: ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് പ്രശസ്ത കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. ചോദ്യം: രാത്രിമഴ, അമ്പലമണി എന്നീ കൃതികൾ രചിച്ചത്? ഉത്തരം സുഗതകുമാരി. ചോദ്യം: കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? ഉത്തരം സാഹിത്യലോകം. ചോദ്യം: അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിച്ച വർഷം? ഉത്തരം 1997. ചോദ്യം: പി.കെ. ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം? ഉത്തരം കർണൻ. ചോദ്യം: ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്? ഉത്തരം ബോധേശ്വരൻ. Okay, let's conclude this session. Stay tuned Manorama Horizon for more.